ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോമ്പി വീഡിയോ ആണ്. ഇന്നൊരു കിഡിലൻ റോക്കറ്റ് ഉണ്ടാക്കുവാണ്, എക്സ്പെരിമെൻറ്റ് വീഡിയോ കേട്ടോ. എന്തായാലും വീഡിയോ അങ്ങനെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ് വീഡിയോസ് നടത്തിയിട്ടുണ്ട്, വലിയ വലിയ തോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിലും വലിയൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ നേരെ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ വെറും എക്സ്പെരിമെൻ്റ് ആണ്. കാരണം അത് തന്നെ എടുത്ത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് യൂട്യൂബിൽ നിങ്ങൾ ഇതിന് മുമ്പൊന്നും ഇതേപോലുള്ള ഒരു വീഡിയോ കണ്ടില്ല. അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു ടെസ്റ്റിംഗ് മാത്രമാണ്. അങ്ങനെ തന്നെ കണ്ടാൽ മതി. കണ്ടിട്ട് നിങ്ങൾ അടിപൊളി കിഡിലൻ ആൽക്കഹോൾ റോക്കറ്റ് എക്സ്പെരിമെൻ്റ് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ 20 ലിറ്റർ വാട്ടർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററിൽ ഒരു പീസ് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. പിന്നെ അടുത്തതായിട്ട് 1.5 ഇഞ്ചിൽ നിന്നും 3/4 ഇഞ്ചിലേക്ക് മാറ്റുന്ന ഒരു റെഡ്യൂസർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെഡ്യൂസർ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1/2 ഇഞ്ചിലേക്കാണ് മാറ്റേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു ബുഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ചിലേക്ക് മാറ്റാനായിട്ട് ആവശ്യമുള്ള ഇതേപോലെയുള്ള ഒരു ബുഷ് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 ഇഞ്ച് PVC പൈപ്പ്. ഈ ഒരു പൈപ്പിൻ്റെ അളവ് വരുന്നത് 1 മീറ്ററാണ്. അപ്പോൾ നമ്മൾ അതും എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 2 കോർ വയർ. 2 കോർ വയർ വേണ്ടത് 5 മീറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് MCയിലാണ്. ഇതുപോലത്തെ ഒരു MCയിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള മൊസ്കിറ്റോ ബാറ്റാണ്. നമ്മൾ കൊതുകിനെ കൊല്ലുന്ന ബാറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബാറ്റ് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണോ, ഇതേപോലെ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു സ്പാർക്ക് വരും. ആ സ്പാർക്കിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കുറച്ച് കുപ്പികൾ എടുത്തിട്ടുണ്ട്, പഴയ കുപ്പികളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 20 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത PVC പൈപ്പ്, അതായത് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. ഇത് രണ്ടും ഒരേ അളവാണ്. നമ്മൾ ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ PVC പൈപ്പ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കാനാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി കത്തിക്കുക. അതിനുശേഷം PVC പൈപ്പ് അല്ല ചൂടാക്കുന്നത്, നമ്മുടെ ബോട്ടിലാണ് ചൂടാക്കുന്നത്. ബോട്ടിൽ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മെല്ലെ ഇറക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കയറി കിട്ടുന്നതാണ്. എന്നതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് പശ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പശ സാധാരണ PVC ഒട്ടിക്കുന്ന സോൾവെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സോൾവെൻറ്റ് എടുത്തതിന് ശേഷം ഇതിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം, ഒരിക്കലും വിട്ടു പോരാൻ പാടില്ല. അപ്പോൾ അതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1.5 ഇഞ്ചിൽ നിന്നും 3/4 ഇഞ്ചിലേക്ക് മാറ്റുന്ന ആ റെഡ്യൂസർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതും ഇതേപോലെ തന്നെ സോൾവെൻ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം 3/4 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ചിലേക്ക് മാറ്റുന്ന ബുഷ് ഉപയോഗിച്ച് ബുഷും അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ കൊതുക് ബാറ്റ് എടുത്തിട്ടുണ്ട്. കൊതുക് ബാറ്റ് നമുക്കൊന്ന് കഴിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു സർക്യൂട്ടും കാര്യങ്ങളും ഉള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുള്ളൂ. നെറ്റും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചെടുക്കാം. ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് 2 വയറും, അത് 3 വയർ കാണാം. അതായത് 2 ലൈൻ തന്നെയാണ്. ഇത് ഒറ്റ ലൈന്. അതുപോലെ ഇത് 2 ഭാഗത്തേക്കും 2 നെറ്റിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് 2ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. സംഭവത്തിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ 2 ലൈനും കൂടി ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. കൊതുകൊക്കെ അവിടെ പോയി ഇരിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടോ. അപ്പോൾ നമ്മളിത് ടച്ച് ആക്കിയപ്പോൾ കണ്ടില്ലേ, അവിടെ തീപ്പൊരി പറഞ്ഞു. ആ ഷോക്കേറ്റ് എന്തായിരുന്നു, കൊതുക് മരിക്കുന്നു അല്ലേ. കൊതുക് മരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് സംഭവം. എന്തായാലും ഈ 2 ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഈ ഒരു നെറ്റിൻ്റെ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്ലൂ കളർ വരുന്ന രണ്ടും ഒരു ലൈനാണ്, റെഡ് വരുന്നത് ഒരു ലൈനും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വയർ 2 കോർ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഒന്ന് റെഡിലും ഒന്ന് ബ്ലൂവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിൽ നിന്നും 2 വയർ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിത് അടച്ച് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ റിമോട്ടായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ റോക്കറ്റിൻ്റെ റിമോട്ടാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 2 വയറിൻ്റെ അറ്റത്താണ്, അതായത് ഇതിവിടെയാണ് നമുക്ക് സ്പാർക്ക് വരുന്നത്. അതായത് ഇത് രണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്ക് വരില്ല. അതുപോലെ കുറച്ച് വിട്ട് വെച്ച് കഴിഞ്ഞാലും സ്പാർക്ക് വരില്ല. കറക്റ്റ് ഒരു ഡിസ്റ്റൻസിലായി കഴിഞ്ഞാലേ സ്പാർക്ക് വരുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നല്ലോ, സ്പാർക്ക് വരുന്നില്ല. ഇനി കറക്റ്റ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പാർക്ക് വരും. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ സ്പാർക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു പേപ്പർ കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കറക്റ്റ് ഒരു ലെവലിലാക്കി വെച്ച് കൊടുക്കുക. ചെറിയൊരു ഡിസ്റ്റൻസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് MCയിൽ വെച്ച് നമ്മൾ ഒന്നും കൂടി സെറ്റ് ചെയ്യാം.
ഓക്കെ, ഇതേപോലെ MC കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉണ്ടോ സ്പാർക്ക് വരുന്നത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണം. നമ്മുടെ ബോട്ടിൽ 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ഒരു ബോട്ടിൽ അല്ലേ, ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് അയൺ ഉപയോഗിച്ചിട്ടുണ്ട്. സോൾഡറിങ് അയണോ എന്താ നിങ്ങളെടുത്തുള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് ഈ PVC പൈപ്പ് കൊള്ളുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 1/2 PVC പൈപ്പിൻ്റെ കഷ്ണം ചെറുതായിട്ട് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് MC നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അത് കറക്റ്റായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ളൊരു എയർ പമ്പാണ്. ഇത് ബലൂണൊക്കെ കാറ്റ് നിറക്കാനായിട്ട് ഉപയോഗിക്കുന്ന എയർ പമ്പാണ്. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വലിയൊരു ഹോൾ ഇട്ട് കൊടുത്തു. അത് ഇറങ്ങാൻ പാകത്തിന് കണക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെയും MC വെച്ച് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതോടുകൂടി ബോട്ടിലിൻ്റെ ഭാഗത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റോക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ കുപ്പികൾ കുറച്ച് എടുത്തിട്ടുണ്ട്. കുപ്പി അതുപോലെ തന്നെ കുറച്ച് PVC പൈപ്പ് ഒരു 20-30 സെൻറ്റിമീറ്റർ നീളത്തിൽ, അതിന് കറക്റ്റ് അളവൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ടാവും. അവിടെ ആ ലൂസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. കറക്റ്റ് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ആ ഒരു കുപ്പി ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഒരു 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ റോക്കറ്റാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു PVC പൈപ്പ് എടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 3 ബോട്ടിൽ ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ MC ഒട്ടിച്ച് വെച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിലേക്ക് MC ഇട്ടിട്ടുണ്ട്. അതായത് MC നമ്മൾ പശയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ MC സെറ്റാവാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റാണ്, അതായത് 1.5 മണിക്കൂർ. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ആയത്. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. റോക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകട്ടോ. ഇത് എത്രത്തോളം പവർ ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തോളി. അപ്പോൾ നേരെ നമുക്ക് ഫൈനൽ ഔട്ടിലേക്ക്, വിക്ഷേപണത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കല്ലൊക്കെ ചുറ്റുവട്ടത്തും വെച്ചിട്ടുണ്ട്. കാരണം ഇത് എത്രത്തോളം വർക്കിംഗ് ആണ് എന്നുള്ള അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ്. ഇതാണ് കത്തി പിടിക്കുക. ഇത് കത്തി പിടിക്കുമ്പോൾ വരുന്ന പ്രഷർ അല്ലേ, അങ്ങനെ തന്നെ അല്ല, അതിലേക്ക് വരുന്ന സ്പാർക്ക്. അപ്പോൾ അത് എന്താ ആ ടൈമിൽ വരുന്ന പ്രഷർ ഇതിലൂടെ വരും. അതിൽ പൊങ്ങുന്നൊക്കെയാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റി കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പമ്പ് ഉപയോഗിച്ച് ഇതിലേക്ക് എയർ നിറക്കാൻ വേണ്ടിയാണ്. എയർ നിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ എയറും കൂടി ഉണ്ടെങ്കിലേ ഇത് കത്തി പിടിക്കുകയുള്ളൂ. അപ്പോൾ കത്തി പിടിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ വരുന്ന പ്രഷർ പുറത്തേക്ക് നല്ല പവറിൽ പോകും. ഹൈ പ്രഷർ ആയിരിക്കും. നമ്മളിതിന് മുമ്പ് ഗൺ ഉണ്ടാക്കിയിരുന്നു. അതേപോലെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടത്താം അല്ലേ. ഇനി ആൽക്കഹോൾ കത്താനുള്ള ആൽക്കഹോൾ റെഡിയായി. ഇനി കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ ആണ് ഇപ്പോൾ ഇനി നമ്മളിവിടെ പമ്പ് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പോൾ നിങ്ങൾക്ക് വലിയ റോക്കറ്റ് തന്നെ എടുക്കാം ഫസ്റ്റ്. ഇത് വേണ്ട. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വലിയ റോക്കറ്റ് എടുക്കാൻ പോകുന്നത്. 1-2 ക്യാമറ ഒക്കെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് 1-2 ക്യാമറ 2-3 ഷൂട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ റോക്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ നമ്മളെന്താ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളതൊന്നും അറിയില്ല. കുഞ്ഞുട്ടി കുറച്ച് പിറകോട്ട് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ തിരിഞ്ഞടിച്ച് ബാക്കിൽ പോയെന്ന് അറിയില്ല. എന്തായാലും എന്ത് വന്നാലും വേണ്ടില്ല. അതേപോലെ വീഡിയോ കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എയർ നിറക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പമ്പ് ചെയ്യണം കേട്ടോ. കുറച്ച് എയർ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. കാരണം വെച്ചാൽ എയറും കൂടി ഉണ്ടെങ്കിൽ ഇത് കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മതിയാവുന്ന വിചാരിക്കുന്നില്ലേ. ഒറ്റ തവണ കൂടി പറയാം, കുട്ടികളത് ഉപയോഗിക്കരുത്. ദയവേത് കുട്ടികളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പരീക്ഷണം നടത്താൻ പോകണമെങ്കിൽ കുറച്ച് ബാക്ക് ക്യാമറ ഉണ്ടാകും. കുറച്ച് ബാക്കിലോട്ട് വരും.
അങ്ങനെ നമ്മൾ ഇന്നത്തെ പരീക്ഷണം ഇവിടെ നിർത്തിയേക്കാണ്. കാരണം അതിൻ്റെ പൈപ്പിൻ്റെ ജോയിൻറ്റ് പൊട്ടിപ്പോന്നു. രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേസ് നമ്മളിത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കിയ റോക്കറ്റ് ഒക്കെ ഉണ്ട്, അതായത് ബോട്ടിൽ കൊണ്ടിട്ട് ആ ബോട്ടിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു, അതിന് വെച്ചു. അതുപോലെ ആൽക്കഹോൾ അതിലേക്ക് ഐസല്ലോ പ്രൊപ്പൈൽ ആൽക്കഹോൾ ആ സാധനം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചോയ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. റെഡി എത്താ ചങ്ങ അത് കഴിഞ്ഞിട്ടോ, കഥ കഴിഞ്ഞ് പടച്ചറബ് വല്ലാത്തൊരു പരീക്ഷണമായി പോയി. ഒരൊറ്റ കാര്യം ആദ്യം തന്നെ പറയാനുള്ളൂ. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അതിന്റെ റോക്കറ്റ് ഒക്കെ എടുത്തില്ല. ഇത് വെറും പരീക്ഷണം മാത്രമാണ്. നമ്മള് സത്യം പറയണെങ്കിൽ വലിയൊരു പരീക്ഷണമാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം പൊന്തിട്ടുണ്ടല്ലേ, നല്ല സൗണ്ടും ഉണ്ട്. ചുവടൊക്കെ അടഞ്ഞു കേട്ടോ. പൊന്തിയ ശരിക്കും കിട്ടിയിട്ടില്ല. ഉണ്ട് വേറെ ചെറിയ പ്രശ്നമുണ്ട്. സംഭവം അയൽവാസികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് നോക്കുന്നുണ്ട്. കാരണം അതിന്റെ ശബ്ദം അത്രത്തോളം ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഇത് പൊട്ടിപ്പോയി. ഇതിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞാണ് പോയേക്കാം. ഉണ്ടോ, ഈ ഒരു ഭാഗം മുഴുവൻ ആ ഭാഗത്ത് അവിടെ കിടക്കണ അതിന്റെ കൂടെ പോയി. അവിടെ ഉണ്ട്, അവിടെ തങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ പോകാനില്ല. ഇതിന്റെ എത്ര ആ ആരും എടുക്കാൻ പറ്റില്ല, തള്ളിയിട്ടുണ്ട്. അതിലൊന്നും എടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് രണ്ടാമത്തെ ഫ്ലോറിന്ന് പോവാണ്. ഇവിടെ നല്ല അടുത്തിട്ട് മതിലുള്ളതുകൊണ്ട് ധൈര്യം ചാടിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം തെറിച്ച് ഇങ്ങനെ പോകണമെന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഞാൻ പോണം. അത് വെച്ചായി മോൻ ജോയിന്റ് നോക്കട്ടെ. അതൊന്നുമില്ല, അത് എങ്ങനെ പൊട്ടി 20 ലിറ്ററിന്റെ ഇപ്പൊ 10 ലിറ്ററിന്റെ ക്യാനായില്ലേ. ഒരു മറ്റേ നമ്മളെ ഏതായാലും ആരും പരീക്ഷിക്കരുതോ, ഭയങ്കര പ്രശ്നമാണ്. എന്താ പറയുക, നമ്മൾ ചെറിയ തോക്കൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ വലിയ പരീക്ഷണങ്ങൾ ആരും നടത്തരുത്. കാരണം ചിലപ്പം ഇതിപ്പോൾ അവിടെ പൊട്ടിയുണ്ട്, ഇവിടെ എവിടെയും പൊട്ടി ഈ ഒരു കെട്ടൊന്നുമില്ലെങ്കിൽ ചിലപ്പം നമ്മളൊക്കെ ഏകദേശം തീരുമാനമുണ്ടോ. അപ്പം ഭാവം കൂടി വന്നിട്ട് നമുക്ക് ഔട്ടർ പറഞ്ഞിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ റോക്കറ്റ് അല്ല പൊട്ടിയത്, റോക്കറ്റിന്റെ അടിയിൽ എഞ്ചിനാണ് പൊട്ടി തെറിച്ച്. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം, ആരും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ആൽക്കഹോളിന്റെ പവർ എത്രത്തോളം ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബിഗ് ആക്കി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ആ റോക്കറ്റ് കിട്ടാ എഞ്ചിൻ തകർന്നു പോയി. ഇതൊക്കെ ഞങ്ങൾ റോക്കറ്റായിട്ട് വിടാൻ വേണ്ടി വെച്ചു കേട്ടോ. പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ പൊട്ടി തകർന്നു പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. വീണ്ടും പറയുന്നു, കുട്ടികൾ പരീക്ഷിക്കരുത്. കുട്ടികൾ എന്നല്ല, ഒരാളും പരീക്ഷിക്കണ്ട. അത് മാത്രമല്ല, ഇപ്പം തന്നെ ഇവിടുന്ന് ഇൻട്രോ ഔട്ട്രോ പറഞ്ഞിട്ട് പോകണം. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇളകി കിടക്കുകയാണ്. അതിന് മാത്രം സൗണ്ട് ആയി. അപ്പോൾ ഇനി കൂടുതലായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ അടുത്ത കിഡിലും വീഡിയോ അതിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവർക്കും കാണാം. കിഡിലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.